അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ജബലുൽ മലായിക എന്നൊരു മലയുടെ അടുത്തേക്കാണ്. പരിശുദ്ധമായ ബദറിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സൈന്യത്തിനെ സഹായിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങിയെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ മലക്കുകൾ ഇറങ്ങിയത് ബദറിലെ യുദ്ധഭൂമിയുടെ തൊട്ടടുത്തുള്ള ഒരു മലയുടെ മുകളിലാണ്. ആ മലക്ക് പറയപ്പെടുന്നത് ജബലുൽ മലായിക എന്ന പേരിലാണ്. ഇൻഷാ അള്ളാഹ് ബദറിൽ മറവിട്ട് കിടക്കുന്ന മഹത്തുക്കളായ 13ഓളം വരുന്ന ബദരീങ്ങളുടെ ആ ഒരു മഖബറയുടെ അടുത്തേക്ക് നമുക്ക് പോയിട്ട് അവിടെ നിന്ന് ആ ജബലുൽ മലായിക ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ബദർ ശുഹദാക്കളിൽപ്പെട്ട 13 പേരിൽ 12 പേരും ഷഹീദായി കിടക്കുന്നത് ഈ ഒരു ഭൂമിയിലാണ്. ബദറിലെ യുദ്ധം നടന്നത് കുറച്ച് താഴെയാണ്. മസ്ജിദുൽ ഹരീസ് എന്നൊരു പള്ളി അവിടെ ഉണ്ട്. ഇപ്പോൾ ആ പള്ളിയുടെ പരിസരത്ത് മുൻഭാഗത്ത് വെച്ച് ഒരു വാദിയുണ്ട്. ആ വാദിയിൽ വെച്ചായിരുന്നു യുദ്ധം നടന്നിരുന്നത്. വാദിയായത് കാരണം റസൂലുള്ളാഹി തങ്ങൾ ഒരല്പം ഉയർന്ന പ്രദേശത്തേക്ക് ബദരീകളിൽ മരണപ്പെട്ടവരെ നീക്കുകയാണ് ചെയ്യുന്നത്, മാറ്റി ഖബർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഖബർസ്ഥാൻ കുറച്ച് ബദർ യുദ്ധം നടന്നതിൻ്റെ കുറച്ച് ദൂരെയായിട്ട് കുറച്ചപ്പുറത്തായി നിലനിൽക്കാൻ കാരണം. അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് നിങ്ങൾ നോക്കണം. എൻ്റെ മുന്നിൽ ഇപ്പം നമ്മൾ സ്ക്രീനിൻ്റെ മുന്നിൽ ഏറ്റവും ആ മൂലയിൽ കാണുന്ന 2 മലകളുണ്ട്. ആ മലകളിൽ ഇടത്തെ ഭാഗത്തെ മലയാണ്, അഥവാ ഇതിപ്പം ഖബർസ്ഥാനിൻ്റെ മുൻഭാഗത്ത് ഒരു ആ പള്ളി, അത് ആ മിനാരം കണ്ടില്ല, ലാസ്റ്റ് വലത്തെ ഭാഗത്തുള്ള ആ മിനാരാണ് ഹരീസ് പള്ളി അല്ല മസ്ജിദുൽ ഹരീസ് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധസമയത്ത് സഹാബാക്കളെ പിടിച്ച് സുരക്ഷിതമായി നിർത്തിയ സ്ഥലമാണ്. ആ ടെൻറ്റ് കെട്ടിയിരുന്ന സ്ഥലമാണ് പള്ളിയായി മാറിയത്. അവിടുന്ന് നമ്മളിങ്ങനെ കുറച്ചൊന്നും ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ കാണുന്ന മൂലയിൽ കാണുന്ന 2 മലകളുണ്ട്. ഒന്ന് മണൽ കൂമ്പാരം, ഒന്ന് അതിൻ്റെ അടുത്ത ഭാഗത്തുള്ള മല. ആ അടുത്ത ഭാഗത്തുള്ള മണൽ കൂമ്പാരത്തിൻ്റെ തൊട്ടടുത്ത ഭാഗത്തുള്ള മലയാണ് ജബലുൽ മലായിക എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാം. ശരിക്ക് ആ ഒരു മല, ഈ ഒരു മലയാണത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മലയാണ് ജബലുൽ മലായിക എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു മണൽ കൂടിയിരിക്കുന്ന ഈ കാണുന്ന മല, ഇത് ജബലുൽ ഹന്നാൻ എന്നാണ് ഈ ഒരു മലയുടെ പേര്. യഥാർത്ഥത്തിൽ ആൾക്കാർ ഇതാണ് ജബലുൽ മലായിക എന്ന രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ജബലുൽ ഹന്നാനാണ്. ഈ കാണുന്നതിൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു മല ജബലുൽ ഹന്നാനാണ്. അവിടെ ആളുകൾ വന്നുകൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഉല്ലസിക്കാനും ഒക്കെ ആ മലയിൽ കയറാറുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല